Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ഹോം മെയ്ഡ് ബോർബോൺ ബിസ്ക്കറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണ് ഇത്. ബോർബോൺ ബിസ്ക്കറ്റും പൊതുവെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റാണല്ലോ. അത് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബിസ്ക്കറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 75 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ്, റൂം ടെമ്പറേച്ചറിലുള്ളതാണ് കേട്ടോ. പിന്നെ 1 കപ്പ് മൈദ, ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, ഒരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗറാണ്, പഞ്ചസാര പൊടിച്ചത്. പിന്നെ ഒരു 1/4 കപ്പ് മിൽക്ക്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പ്. ഇവയൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ല റൂം ടെമ്പറേച്ചറിലുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബീറ്റായി കിട്ടും. പിന്നെ അതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് യോജിച്ച് കിട്ടും. അതായത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് എല്ലാം കൂടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൊക്കോ പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ബട്ടറും പഞ്ചസാരയും മിക്സ് ചെയ്തതിലേക്ക് നമുക്കിത് അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഹാൻഡ് വിസ്ക് കൊണ്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് നല്ലൊരു മാവ് പരുവത്തിലാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ 1/4 കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മുഴുവനായിട്ട് ഇതിലേക്ക് ആവശ്യമില്ല. 1-2 ടേബിൾ സ്പൂണ് ആദ്യം ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിലായിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചപ്പാത്തിയുടെ മാവിൻ്റെയൊക്കെ പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അതൊരു സിലിക്കോണിൻ്റെ ഷീറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സോഫ്റ്റ്നെസ്സിലാണ് മാവുള്ളത്. ഇപ്പോൾ ഈ സിലിക്കോൺ ഷീറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് അതിന് പകരം ക്ലിംഗ് റാപ്പൊക്കെ ഒന്ന് അവിടെ ഇട്ട് കൊടുത്ത് അതിലേക്ക് വെച്ച് കൊടുത്താലും മതി. അതിന് മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ഇങ്ങനെ റോൾ ചെയ്യാം. എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്സിലേക്ക് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലേക്ക്. ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ കാണാറില്ലേ ചെറിയ ഹോൾസ് പോലെ, അതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് സ്ക്വയർ കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്ക് എന്ത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഹോൾസൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ഷീറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിന് മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഷുഗർ ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മുടെ ബോർബോൺ ബിസ്ക്കറ്റിൽ കാണാറുണ്ടല്ലോ ഷുഗർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു ഷുഗർ ഇങ്ങനെ, അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ട് വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ബേക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഷുഗറായിട്ട് തോന്നി. അത്രയൊന്നും ആവശ്യമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഓവനിലേക്ക് മാറ്റാം.
ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 125 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 125 ഡിഗ്രിയിൽ തന്നെ 15 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ബിസ്ക്കറ്റ്. 15 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നല്ല ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു വയർ റാക്കിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നമ്മളെ ബിസ്ക്കറ്റിന് മുകളിൽ ഒരല്പം ഷുഗർ അധികമായ പോലെ തോന്നുന്നുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല, നമുക്ക് 1-2 എണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എങ്കിലേ നമുക്ക് ഒരു ഒറിജിനൽ ബിസ്ക്കറ്റിൻ്റെ ഒരു അതുപോലെ തന്നെ തോന്നുകയുള്ളൂ. എൻ്റെ ഇപ്പോൾ കുറച്ചധികമായി പോയി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് നേരത്തെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതൊക്കെ ഒന്ന് റോൾ ചെയ്ത് അതും കൂടി ഒന്ന് ബിസ്ക്കറ്റാക്കി എടുക്കാം. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമുക്ക് ഇതിന് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ക്രീം റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ചോക്ലേറ്റ് ബട്ടർ ക്രീമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ അടുത്ത് ഓൾറെഡി കുറച്ച് ബട്ടർ ക്രീം ഉണ്ടായിരുന്നു. 2 ദിവസം മുന്നേ ഞാൻ മാക്രോൺസ് ഉണ്ടാക്കിയിട്ടുള്ള ബട്ടർ ക്രീമാണ്. അത് ഫ്രിഡ്ജിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചോക്ലേറ്റ് ക്രീമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗണാഷും ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ല തിക്കായിട്ടുള്ള ഗണാഷ് ഉണ്ടാക്കി അതും നിങ്ങൾക്ക് ഇതിന് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പം ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിങ്ങനെ ക്രീം വെച്ച് കൊടുത്ത് സെയിം സൈസിലുള്ള 2 ബിസ്ക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങനെ സെൻറ്ററിലേക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഒരു ബോർബൺ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ആക്കിയെടുക്കാം. അങ്ങനെ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബോർബോൺ ബിസ്ക്കറ്റ് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. ഇനി ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.